ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭത്തിൽ നാം പരാജയപ്പെട്ടാൽ, അതല്ലെങ്കിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, അതുമല്ലെങ്കിൽ നമ്മൾ അത്രമേൽ ആശിച്ച, നമ്മൾ എന്ത് തന്നെയായാലും നമുക്ക് ലഭിക്കുമെന്ന് കരുതിയ ഒന്ന് നമുക്ക് ലഭിക്കാതിരുന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അതികഠിനമായ സഹിക്കാനാവാത്ത വേദന. നമ്മൾ കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് ഇത്തരം വേദനകളെയൊക്കെയും മറികടക്കാറുള്ളത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കണ്ണീരുകൾ മറ്റുള്ളവർക്ക് ആനന്ദമാണെന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയുവാൻ പോലും നമുക്ക് കഴിയുകയില്ല. ഈ സന്ദർഭത്തിൽ വേദന കടിച്ചു പിടിച്ച് സങ്കടം ഉള്ളിലൊതുക്കി പുറമേക്ക് ചിരി അഭിനയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിനെ കുറിക്കുന്ന ഒരു പദമാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച കാളിം എന്ന് പറയുന്ന പദം. കലമ ഫുലാനുൻ അസിഖാ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പാനപാത്രം, അതിൽ നിന്ന് വെള്ളം പുറത്തു പോകാത്ത വിധത്തിൽ അതിനെ ഭദ്രമായി കെട്ടിവെച്ചു എന്നുള്ളതാണ് അർത്ഥം. ഇതിൽ നിന്നാണ് മനുഷ്യൻ അവന്റെ വേദനകൾ പുറത്തേക്ക് കാണാത്ത വിധത്തിൽ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് നല്ല രീതിയിൽ നടക്കുന്നതിന് ഈ പദം പ്രയോഗിച്ചത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏറ്റവും പ്രിയപ്പെട്ടത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. പക്ഷെ യൂസുഫിനെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. ആ വേദനയിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിലാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബിന്യാമീനെയും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. ബിന്യാമീനെ ഈജിപ്തിൽ പിടിച്ചു വച്ചിരിക്കുന്നുവെന്ന് അവന്റെ സഹോദരൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വന്ന് അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റത്തെ വേദനയിൽ ഉള്ള പിടഞ്ഞുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇതിനെ കുറിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നത് വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി വഹുവ കളീം. അദ്ദേഹത്തിന്റെ കണ്ണുകള് വേദന കൊണ്ട് നിറം മങ്ങിപ്പോയി, വെളുത്തുപോയി. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ വേദന കടിച്ചു പിടിച്ച് പുറത്തേക്ക് കാണിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് ഈ പദത്തിന്റെ പശ്ചാത്തലം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്.